ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ സത്യം എവിടെയാണ് കിടക്കുന്നത്, ആരുടെ തഫ്സീറിലാണ്, ഏത് കക്ഷിയാണ് സത്യത്തിൽ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നത് നമ്മൾ പ്രമാണങ്ങളുടെ തെളിവുകളോടെ മനസ്സിലാക്കി. ബാറക്കല്ലാഹു ഫീക്കും. അത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും വിശ്വാസത്തിലും മന്നജിലും ഐക്യപ്പെടുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവരെയാണ് സലഫുകൾ എന്ന് പറയുക, അവരെ പിൻപറ്റുന്നവർക്കാണ് സലഫികൾ എന്ന് പറയുക. ഇതൊക്കെ നമ്മൾ വ്യക്തമായ പ്രമാണങ്ങളുടെ തെളിവുകളോടെ മനസ്സിലാക്കി. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് സലഫികൾക്ക് ഒരു സ്ഥാപക നേതാവില്ല. സലഫികളുടെ നേതാവ് ആരാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ പണ്ഡിതന്മാരും. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ പിന്നെ ഈ അതേ സമയത്ത് പിന്നീട് വന്ന കക്ഷികൾക്കും സംഘടനകൾക്കും അതിന് അവരുടേതായ ഒരു സ്ഥാപക നേതാവുണ്ടാവും. ആ സംഘടന ഉണ്ടാക്കിയ കണ്ടുപിടിച്ച ഒരു നേതാവുണ്ടാവും. ആ നേതാവിൻ്റെ രീതിയും മൻഹജും തത്വങ്ങളുമായിരിക്കും പിന്നെ അവർ പിൻപറ്റുക. അല്ലാണ്ട് സലഫു സാലിഹീങ്ങളുടെ മാർഗ്ഗമല്ല. ബാറക്കല്ലാഹു ഫീക്കും. അവർ വായിക്കുന്നതും പരിഭാഷപ്പെടുത്തുന്നതുമൊക്കെ അവരുടെ ഈ നേതാവിൻ്റെയോ അല്ലെങ്കിൽ നേതാവിൻ്റെ കൂടെയുള്ള വ്യക്തികളുടെയോ പണ്ഡിതന്മാരുടെയോ പുസ്തകങ്ങൾ ആയിരിക്കും അവർ വായിക്കുന്നതും പരിഭാഷപ്പെടുത്തുന്നതൊക്കെ. അവർ സലഫു സാലിഹീങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കൂല, അത് പരിഭാഷപ്പെടുത്തുകയുമില്ല. അപ്പോൾ വളരെ വ്യക്തമാണ് എന്ത് അവരും പിന്നീട് വന്ന കക്ഷികളും സംഘടനകളും സലഫികളും തമ്മിലുള്ള വ്യത്യാസം. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അവരുടെ പിഴവ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? നമ്മൾ സലഫുകളുടെ കിതാബുകളിലേക്ക് പോയാൽ മതി. അവിടെ ഈ സ്ഥാപക നേതാക്കന്മാർ പറഞ്ഞ പിന്നീട് വന്ന കക്ഷികളുടെയും സംഘടനകളുടെയും സ്ഥാപക നേതാക്കൾ പറയുന്ന രീതിയോ തത്വങ്ങളോ അവരുടെ ഈ സലഫുകളുടെ കിതാബുകളിൽ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. സലഫുകളുടെ കിതാബുകളുടെ രീതികൾക്കും തത്വങ്ങൾക്കും എതിരുമായിരിക്കാം എന്ത് പിന്നീട് വന്ന ഈ സ്ഥാപക നേതാക്കൾ ഉണ്ടാക്കിയ കക്ഷികളുടെയും സംഘടനകളുടെയും. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് സലഫികൾക്ക് പണ്ഡിതന്മാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഉണ്ടാവുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സഹാബിയിൽ നിന്ന് വന്ന പേരാണ്, അതും പുതിയതല്ല. ബാറക്കല്ലാഹു ഫീക്കും. സൂറത്ത് ആലി ഇമ്രാനിലെ യൗമ തബിയല്ലു വുജൂഹും വ തസ്വദ്ദു വുജൂഹും ഈ ആയത്താണ് പറയുന്നത്. അന്ന് ചില മുഖങ്ങൾ പ്രകാശിച്ചിരിക്കും, ചില മുഖങ്ങൾ കറുത്തിരിക്കും. ആ കറുത്ത മുഖമാണ് അഹ്ലുൽ ബിദഅക്കാർ. ആ പ്രകാശിക്കുന്ന മുഖമാണ് ഇതാരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ സഹാബി റളിയല്ലാഹു അൻഹു പറയാണ്, ആ പ്രകാശിക്കുന്ന മുഖങ്ങളാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് തഫ്സീർ ബഗാവിയിൽ കാണാം, അതേപോലെ ഇബ്നു കസീറിലും ഒക്കെ ഉണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാലും എന്താ, സലഫി എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ സലഫി എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്താണെന്ന്. ഇനി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നോക്കിക്കോളി. അഹ്ലുസുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തിൻ്റെ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്ന ആളുകൾ. വൽ ജമാഅത്തോ സഹാബത്തിൻ്റെ
ജമാഅത്ത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതൊന്നും എന്താണ്, പുതിയ പേരുകളല്ല. അപ്പോൾ പിന്നെ ഉണ്ടാകുക സലഫി പണ്ഡിതന്മാരാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാണ്. അവരുടെ ആധുനികരായ പണ്ഡിതന്മാരുടെ ചില പേരുകൾ ഞാൻ ഭാഗം 1 ആ ദർസിൽ പറഞ്ഞു. അവർ മാത്രമല്ല, ഇനിയും അറിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ആധുനികരിലുണ്ട്. ഇനി അറിയപ്പെടാത്തവരും ഉണ്ടാകാം, അറിയപ്പെടാത്ത പണ്ഡിതന്മാരും ഉണ്ടാകാം. കാരണം ഞാൻ ഒരിക്കൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഗാലിബ് അൽ ഉമരിയോട് തന്നെ ചോദിച്ചിരുന്നു, പേര് വെച്ചിട്ട് ഇന്ന പണ്ഡിതനെ നിങ്ങൾക്ക് അറിയുമോ, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വിജ്ഞാനം തേടാമോ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് ഹഫിദുള്ള മറുപടി പറഞ്ഞത്, അദ്ദേഹത്തെ എനിക്കറിയില്ല, അദ്ദേഹം സുന്നത്തിൻ്റെ ആളാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ അറിയണമെന്നത് ഒരാവശ്യമല്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് സുന്നത്തിൻ്റെ ആളാണെങ്കിൽ പണ്ഡിതന്മാർ അറിഞ്ഞോളുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. എല്ലാ പണ്ഡിതന്മാരും അറിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയിലും സുന്നത്തിൻ്റെ പണ്ഡിതന്മാർ അവർ ഉണ്ടാകും, അവർ പ്രബോധനം ചെയ്യുന്നുണ്ടാകും. പക്ഷേ എല്ലാവരും അറിയുന്നുണ്ടാവുകയില്ല എന്നേ ഉള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പല ഭാഗത്തും ഉണ്ടാകാം, അറിയപ്പെട്ടവരുണ്ടാകാം, അറിയപ്പെടാത്തവരും ഉണ്ടാകാം. അപ്പോൾ കേരളത്തിൽ ആരാണ് ഈ സലഫി മൻഹജ് പിൻപറ്റുന്ന കക്ഷി എന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ കഴിഞ്ഞൊരു 4-4.5 വർഷമായി ഇവിടെ കേരളത്തിലുള്ള സാജിദ് ഷെരീഫും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെയും ദർസുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ കേട്ട് നോക്കും. അപ്പോൾ മനസ്സിലായി അവരെന്താണ് പ്രബോധനം ചെയ്യുന്നത്, സലഫി മൻഹജാണ്, വിശ്വാസ കാര്യങ്ങളാണ്, ബിദ്അത്തിനെതിരെ സംസാരിക്കുന്നു, സുന്നത്ത് പിൻപറ്റുന്നു. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ ഈ അടുത്ത് പരിചയപ്പെട്ട താനൂറിലെ ഹസൻ കോയ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും, ബാറക്കല്ലാഹു ഫീക്കും. അപ്പം ഞാനിവിടെ സാജിദ് ഷെരീഫ് കരിവാരക്കുണ്ടും ഹസൻ കോയ താനൂറിലെ ഹസൻ കോയ സാഹിബിനെ കുറിച്ചും പേരെടുത്ത് പറയുന്നത്, അവരാണ് ഏറ്റവും പാണ്ഡിത്യമുള്ളവർ, അല്ലെങ്കിൽ അവരാണ് മുതിർന്നവർ എന്ന നിലക്കല്ല. അവരെ മാത്രമേ എനിക്ക് അടുത്ത് പരിചയമുള്ളൂ. അതുകൊണ്ടാണ്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഇവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവരിൽ ഞാൻ ഒരു പ്രശ്നം കണ്ടു. അതായത് പണ്ഡിത ലോകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ പണ്ഡിതന്മാർ വ്യതിചലിക്കുമ്പോൾ അവരെ വിമർശിക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് താക്കീത് നൽകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇക്കൂട്ടർ, ഈ കക്ഷി, അവർ ഈ വിമർശിക്കപ്പെടുന്ന ആ വിഷയം, ആ പണ്ഡിതന്മാരെക്കുറിച്ച് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല. അതിനവർ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം അവർ പറയാം, അവരെക്കുറിച്ച് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, നമ്മുടെ സമയം അതിൻ്റെ മുകളിൽ ചിലവാകില്ല. കാരണം അത് കേരളത്തെ ബാധിക്കാത്ത പ്രശ്നമാണല്ലോ. നമ്മളിവിടെ തൗഹീദും സുന്നത്തും പറയല്ലേ വേണ്ടേ, ബിദ്അത്തിനെതിരെ സംസാരിക്കല്ലേ വേണ്ടേ എന്നതാണ് അവർ പറയാനുള്ളത്. പക്ഷെ എന്നാലും അതൊന്ന് വ്യക്തമാക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സാജിദ് ഷെരീഫ് ദുബായിൽ പോയി എന്നും അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഗാലിബ് അൽ ഉമരി ഹഫിദുള്ളയെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഷെയ്ഖ് ഗാലിബ് മുഹമ്മദ് ബിൻ ഗാലിബ് ഹഫിദുള്ളയോട് ചോദിച്ചു, അവർക്കുള്ള ഈ പ്രശ്നമൊന്ന് വ്യക്തത വരട്ടെ, അവരുടെ അടുത്ത് ഇൽമെടുക്കാൻ പറ്റോ ഇല്ലേ, അവരോട് എങ്ങനെ സഹകരിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഷെയ്ഖ് ഗാലിബ് മുഹമ്മദ് ബിൻ ഗാലിബ് ഹഫിദുള്ളയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു,
നിങ്ങൾ കണ്ടുമുട്ടിയ കേരളത്തിൽ നിന്നുള്ള സാജിദ് ഷെരീഫ് സലഫിയത്തിലും ശരിയായ മൻഹജിലുമുള്ള സഹോദരന്മാരുടെ കൂടെയാണ്. അവർക്കുള്ള ഒരേ ഒരു പ്രശ്നം, ഒരു പണ്ഡിതൻ വിമർശിക്കപ്പെട്ടാൽ അവർ സത്യം പറഞ്ഞ പണ്ഡിതനുമായി ചേർന്നു നിൽക്കുന്നില്ല. ഈ വിഷയം അവർ പഠിക്കാൻ ശ്രമിക്കാത്തതിനാൽ തെറ്റ് പറ്റിയവരെ അവർ വിമർശിക്കുന്നുമില്ല. ഞങ്ങൾ അവരെ ഉപദേശിക്കുമ്പോൾ ഈ വിഷയങ്ങൾ അവരെ ബാധിക്കാത്തതാണെന്നും അവർ പറയുന്നു. അതിനാൽ വിമർശിക്കപ്പെട്ട പണ്ഡിതന്മാരെ അവർ ഉദ്ധരിക്കുന്നു. ഇത്തരം സലഫി സഹോദരന്മാരിൽ നിന്ന് നമുക്ക് വിജ്ഞാനം എടുക്കാമോ? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഷേഖ് മുഹമ്മദ് ബിൻ ഗാലിബ് ഹഫിദുല്ലാഹ് മറുപടി പറഞ്ഞു, എല്ലാവരോടും സൗമ്യതയും സൗഹൃദവും ക്ഷമയും പുലർത്താൻ ഞാൻ ഉപദേശിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അവർക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഷേഖ് ഉപദേശിക്കുകയാണ് അവരോട് സൗമ്യതയിലും സൗഹാർദ്ദവും ക്ഷമയും പുലർത്താൻ, ഈ കക്ഷിയോട്. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അവരുടെ കൂടെ നന്മകളിൽ സഹകരിക്കാമോ? അപ്പോൾ ഷേഖ് ഹഫിദുല്ലാഹ് മറുപടി പറഞ്ഞു, അവർ കക്ഷിത്വത്തിൻ്റെയും പക്ഷപാതിത്വത്തിൻ്റെയും ആളുകളല്ലെങ്കിൽ സഹകരിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നിട്ട് ഷേഖ് പറഞ്ഞു, നിങ്ങളോട് എല്ലാവരോടുമുള്ള ഉപദേശം അഭിപ്രായ വ്യത്യാസങ്ങൾ അവയുടെ വേരുകളിൽ നിന്ന് നീക്കം ചെയ്യൽ അനിവാര്യമാണ് എന്നതാണ്. അല്ലാതെ അവരുടെ കൂടെ സഹകരിക്കുന്നതിൻ്റെയോ അവരോട് കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെയോ വിധിയെക്കുറിച്ച് മാത്രം ചോദിച്ചത് കൊണ്ടായില്ല. കാരണം ഭിന്നതകൾ നിലനിൽക്കുന്നതും അവ പരിഹരിക്കാതിരിക്കലും പ്രശ്നം അവസാനിപ്പിക്കുകയില്ല. അപ്പോൾ ഇവിടെ എന്താ നമ്മളും അവരും തമ്മിലുള്ള ഭിന്നത? ഈ വിമർശിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ വിഷയമാണ്. അപ്പോൾ ആ ഭിന്നത നമ്മൾ നീക്കി കളയണം എന്നാണ് ഷേഖ് ഇവിടെ ഉപദേശിക്കുന്നത്. അപ്പോൾ ആ ഉപദേശം ഈ കക്ഷിയിലുള്ളവരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ തമ്മിൽ യാതൊരു ഭിന്നതയും ഇൻഷാ അല്ലാഹ് ഉണ്ടാവുകയില്ല. പിന്നെ ഞാൻ ഷേഖിനോട് അവസാനമായി ചോദിച്ചു, അറബിയും ഇംഗ്ലീഷും അറിയാത്ത നമ്മുടെ പ്രാദേശിക ഭാഷ മാത്രം അറിയുന്ന, അതായത് മലയാളം മാത്രം അറിയുന്ന നമ്മുടെ സഹോദരങ്ങളെ അവരിൽ നിന്ന് വിജ്ഞാനമെടുക്കാനും അവരുടെ പ്രഭാഷണങ്ങൾ കൈമാറാനും നമുക്ക് നിർദ്ദേശിക്കാമോ? അതായത് സാജിദ് ബിൻ ഷെരീഫിൻ്റെ കൂടെ ഉള്ളവരുടെ അടുത്ത് വിജ്ഞാനമെടുക്കാമോ, അവരുടെ പ്രഭാഷണങ്ങൾ കൈമാറാമോ, ഫോർവേഡ് ചെയ്യാമോ എന്ന് എന്നാണ് ചോദ്യം. കാരണം അവർ സത്യവും തൗഹീദും സുന്നത്തും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അവർ വിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നില്ല. അവർ വിദ്അത്തിനെ എതിർക്കുകയും ചെയ്യുന്നു. അല്ലാത്ത പക്ഷം ഈ സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും വഴിതെറ്റിപ്പോയേക്കാം. കാരണം അവർ മറ്റു കക്ഷിത്വത്തിൻ്റെ ആളുകളിൽ നിന്ന് പഠിക്കാൻ പോകും. അതുകൊണ്ട് നമുക്ക് എന്തിനാണ് ചോദിച്ചത്? കാരണം മറ്റു കക്ഷിത്വത്തിൻ്റെ ആളുകളിലേക്ക് പോകുന്നത് തടയാനും നമുക്കെന്താണ് ഈ സാജിദ് ഷെരീഫിൻ്റെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് ഇൽമെടുക്കാൻ പോകാൻ പറ്റുമോ, തേടാൻ പറ്റുമോ എന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഷേഖിൻ്റെ മറുപടി, നിങ്ങൾ പരാമർശിക്കുന്ന ഈ സഹോദരന്മാരുടെ അവസ്ഥയെക്കുറിച്ച് വിശദമായി എനിക്ക് അറിയില്ല. അവരിൽ നിന്ന് അറിവ് സ്വീകരിക്കണമെങ്കിൽ പ്രധാനമായും നോക്കേണ്ടത് അവർ ശരിയായ അഖീദയിലുള്ളവരും, അഖീദ എന്ന വിശ്വാസം, അറിവുള്ളവരാവുകയും അതോടൊപ്പം ഫിത്നയുടെ ആളുകളല്ലാതിരിക്കുക എന്നതുമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖിടെ വ്യക്താക്കാണ്, അവരെ വിശദമായിട്ട് എനിക്കറിയില്ല, എന്നാലും അവരുടെ ഇൽമെടുക്കണമെങ്കിൽ നോക്കേണ്ട മാനദണ്ഡങ്ങൾ പറയുകയാണ്. അവർക്ക് ശരിയായ വിശ്വാസമുണ്ടാവണം, അവർ അറിവുള്ളവരായിരിക്കണം, അതോടൊപ്പം ഫിത്നയുടെ ആളുകളല്ലാതായിരിക്കുകയും വേണം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ പിന്നെ എൻ്റെ പ്രശ്നം, അതായത് ഇവർ
വിമർശിക്കപ്പെടുന്ന ആളുകൾ, താക്കീത് ചെയ്യപ്പെടുന്ന ആളുകൾ എന്നൊക്കെ പണ്ഡിതന്മാർ അവരെയൊക്കെ എന്താണ് അവരെക്കുറിച്ച് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ ഉദ്ധരിക്കുന്നു എന്നതിന് ഷെയ്ഖ് അൽഹംദുലില്ലാഹ് നമുക്ക് വ്യക്തമായ മറുപടി തന്നു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവർ എന്താണ് ശരിയായ വിശ്വാസത്തിലാണ്, ഇവർ അറിവുള്ളവരാണ്, ഇവർക്ക് വിജ്ഞാനമുണ്ട്. അതോടൊപ്പം ഇവരിൽ ഫിത്ന ഒന്നും കാണുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ 3 മാനദണ്ഡങ്ങളാണ് ഷെയ്ഖ് പറഞ്ഞത്. ഇത് 3 എന്താണ് അവർക്കുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അവരിൽ നിന്ന് വിജ്ഞാനം തേടാം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഇവരുടെ കൂടെയുള്ള മറ്റു ചില ആളുകളുടെ പേര് ഞാൻ പറയാം. കുറച്ച് പേരുടെ പേര് പറയാം. കാരണം കുറേ സാധാരണക്കാർ ഇത് കേൾക്കുന്നവർക്ക് ഇത് പരിചയമുണ്ടാവില്ലല്ലോ. അപ്പോൾ സാജിദ് ഷെരീഫ് കരിവാരക്കുണ്ട് പുറമെ മോഹ്സിൻ അദീദിയുണ്ട്, ഹംറാസ് ബിൻ ഹാരിസ് ഉണ്ട്, ഡോക്ടർ നിയാബ് ബിൻ ഖാലിദ് ഉണ്ട്, പിന്നെ തൗഫീഖ് റഫീഖുണ്ട്, പിന്നെ യഹ്യ ബിൻ അബ്ദുർ റസാഖ് ഉണ്ട്. ഇനിയും കുറേ ദായികളുണ്ട്. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. അപ്പം ഇത്രയും പേരുകൾ നിങ്ങൾക്ക് ഇവരുടെ ദർസുകൾ കേൾക്കാം, ഇവരുടെ ഖുതുബകൾ കേൾക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് വിജ്ഞാനം തേടാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഈ കക്ഷിയിലുള്ള ദായിമാരും മനുഷ്യരാണ്. സ്വാഭാവികമായിട്ടും തെറ്റുകൾ സംഭവിക്കാം, ന്യൂനതകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു ബനി ആദമ ഖത്താഉൻ. ആദമിൻ്റെ എല്ലാ മക്കൾക്കും തെറ്റുപറ്റും. അപ്പോൾ ആരും അതിൽ നിന്ന് ഒഴിവല്ല. വലിയ വലിയ കിബാറായ പണ്ഡിതന്മാർ വരെ അതിൽ നിന്ന് ഒഴിവല്ല. അപ്പോൾ പിന്നെ ഈ ദായികളോ? ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഇവർക്കങ്ങനെ തെറ്റുകൾ എന്തെങ്കിലും നമ്മൾ കണ്ടാൽ നമ്മളത് നസീഹത്തോടെ ഉപദേശിക്കുക. അത് ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇടയിലുള്ളതായതുകൊണ്ട്, സലഫിയത്തിൻ്റെ ഇടയിലുള്ള തെറ്റുകളായതുകൊണ്ട് അതെന്ത് ചെയ്യാൻ പാടില്ല, പരസ്യമായിട്ട് ഇൻ്റർനെറ്റിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടില്ല. അത് യഥാർത്ഥത്തിൽ എന്താ ചെയ്യുക, അനൈക്യവും ശത്രുതയും അകൽച്ചയുമൊക്കെയാണ് ഉണ്ടാക്കുക. നമ്മൾ സ്വകാര്യത്തിൽ തെറ്റുണ്ടെന്ന് ഉറപ്പായാൽ, അതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട് എന്നുറപ്പായാൽ, ആ തെളിവുകളുടെ വിശദീകരണമൊക്കെ നമ്മളടുത്തുണ്ടെങ്കിൽ നമ്മൾ അത് ശരിയായ രീതിയിൽ സ്വകാര്യമായി നസീഹത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ വേറെയും ചില കക്ഷികളും വ്യക്തികളൊക്കെ ഉണ്ട് കേരളത്തിൽ. അവർ തൗഹീദിൻ്റെ പ്രബോധനം ചെയ്യുന്നുണ്ട്, അവർക്ക് സുന്നത്തുകളുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ ചില പിഴവുകളുണ്ട്, ചില മന്നജി പിഴവുകളുണ്ട്. ചിലത് ചെറിയ പിഴവുകളാകാം, ചിലരിൽ വലിയ പിഴവുകളാകാം. അവരോടും നമ്മൾ പേരെടുത്ത് ഇങ്ങനെ പരസ്യമായിട്ട് യൂട്യൂബിലും പിന്നെ വാട്സാപ്പിലൊന്നും ഇൻ്റർനെറ്റിലൊന്നും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കരുത്. അവരോടും സ്വകാര്യമായി ഇതേപോലെ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ, അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നസീഹത്തായിട്ട് ഉപദേശമായിട്ട് കൊടുക്കുക. അതുകൊണ്ട് പരസ്യമായിട്ട് എന്താക്കാൻ പാടില്ല, അവരെക്കുറിച്ചും ഇങ്ങനെ യൂട്യൂബിലൊന്നും നമ്മൾ പരസ്യമായി ഇങ്ങനെ ചെയ്യരുത്. ഇനി പണ്ഡിതന്മാരുടെ പ്രസ്താവന കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സംഘടനകളെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ചോ റദ്ദ് ചെയ്തതായിട്ടോ താക്കീത് ചെയ്തതായിട്ടോ പ്രസ്താവനകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മതി. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷെ അത് കിട്ടുന്നത് വരെ നമ്മൾ സ്വകാര്യമായിട്ട് നസീഹത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഏതുപോലെ ഇപ്പം നമുക്ക് പിന്നെ അബൂ താരിഖ് സുബൈർ മൗലവിയുടെ തസ്കിയത്ത് പിൻവലിച്ചു എന്ന ഷെയ്ഖ് റബി റഹിമഹുല്ലയുടെ പ്രസ്താവന ഉണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ കൃത്യവും വ്യക്തവും
വിശദവുമായ പ്രസ്താവന, കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളൊരു പ്രസ്താവന നമുക്ക് കിബാറായ, അതായത് സംഘടനകളെയും വ്യക്തികളെയും ഇതേ രീതിയിൽ പ്രസ്താവന ഇറക്കാൻ ആ ദർജയുള്ള പണ്ഡിതന്മാർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താക്കാം, പരസ്യമാക്കാം. ബാറക്കല്ലാഹു ഫീക്കും. എല്ലാത്തിടത്തോളം അങ്ങനെ പണ്ഡിതന്മാരുടെ കൃത്യവും വിശദവും വ്യക്തവുമാക്കിയ ഒരു കാരണങ്ങൾ വ്യക്തമാക്കുന്നൊരു പ്രസ്താവന നമുക്ക് ആ ദർജയിലുള്ള പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വകാര്യമായിട്ട് നസീഹത്തുകൾ കൊടുക്കാൻ പാടുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം ഞാനിവിടെ നിർത്തുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.